അമ്പോ ഇത് കൊണ്ടോ പൊട്ടിക്കാണ്ട് വെക്കാം. ഇതെന്താ ഇതെന്താ ഇത് ഫുള്ള് വൺ പീസിന്റെ ഇറങ്ങിയ ഏറ്റവും പുതിയ സെറ്റാണ് അശ്വർ സീസൺ എന്ന് പറഞ്ഞത്. ഈഗിൾ കണ്ടോ? പിന്നെ എത്ര വട്ടം വൺ പീസ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വൺ പീസിന്റെ ഫസ്റ്റ് കാർഡ് തുറക്കാം. ഫസ്റ്റ് ഇത് തുറക്കാം. ഇത് ഭയങ്കര കട്ടി കേട്ടോ വൺ പീസ്. எல்லாரோட டீம்ல இருக்க பேரை சொல்லிட்டு ஓபன் பண்ணா அவங்க லக் இருக்க பாக்கலாம். പക്ഷെ എനിക്ക് വൺ പീസ് കണ്ടിട്ടില്ല. നമ്മളോட ടീം ആൾക്കാരുടെ പേര് ഓ എനിക്കാണ് ഡിസ്കോഡ് ഒന്നും തൊട്ടിട്ട് വരുന്നില്ല കോച്ച്. എന്റെ പി സി എന്തോ ബഗ്ഗായിട്ടിരിക്കുക. அப்ப எதுவும் பண்ணாது அப்படியே விட்டுரு. അയ്യോ എടാ പോയി എല്ലാം പോയി. വേറെ വഴിയില്ല. ഓക്കെ അപ്പൊ വൺ പീസിന്റെ ഫസ്റ്റ് കാർഡിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്. വൺ പീസ് എന്ന് ഇതിൽ 24 പാക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ പക്ഷെ കാർഡിന്റെ എണ്ണം കുറവാ. 7 കാർഡോ 6 കാർഡോ എനിക്ക് കറക്റ്റ്. ഓക്കെ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് കാർഡ്. കുറച്ച് ചെറുതാണല്ലേ? ഇതാണ് ഫസ്റ്റ് കാർഡ്. ഇത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല കോമഡി. അതൊന്നും ചിരിക്കാൻ കൃഷ്ണൻകുട്ടി. ഇത് രണ്ടാമത്തെ കാർഡ്. ഇത് മൂന്നാമത്തെ കാർഡ്. ജോക്കർ. ഇതൊരു ഫുൾ കാർഡാണ്. ഏതാ ഇതൊക്കെ മറ്റേത് പോക്കിമോണിൽ ഇതൊക്കെ ഇതും ഒരു ഫുൾ കാർഡാണ്. വൺ പീസ് മെയിൻലി എല്ലാം ഫുൾ ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്തു ആണല്ലേ? അപ്പൊ ആദ്യത്തേനകത്ത് അത്ര ഉണ്ടായിരുന്നുള്ളേ. നമുക്ക് രണ്ടാമത്തെ പൊട്ടിക്കാം. ജാപ്പനീസ് ബോക്സ് മേടിക്കുമ്പോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്തെങ്കിലും ഹിറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. ഓക്കെ ഗൈസ് ഇത് അടുത്ത കാർഡ്. മറ്റേ അത് തന്നെ ഇത് അടുത്ത കാർഡ്. ഇത് അടുത്ത കാർഡ്. വൈറ്റ് ബീഡ് നമുക്കറിയത്തൊക്കെ ഇത് വൈറ്റ് ബീഡിന്റെ അമ്മായി. ഓ ഒരു കിടില സാധനം വന്നേ. ഇത് അത്യാവശ്യം റയർ കാർഡാണോ? ഇത് SR ആണ്. അത്രയും വരെയില്ല ബട്ട് ക്രൂവിലുള്ളതാണ്. ഓക്കെ അത് റോബിനാണോ പോകാനൊക്കെ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ വൺ പീസ് കണ്ടുവരുന്നേ ഉള്ളൂ. എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. അടുത്ത കാർഡ്. ഡോക്ടർ റോബിയാണോ? അടുത്ത കാർഡ്. അതെന്നെ പോലെ വൺ പീസ് അടുത്ത കാർഡ്. ഓട്ടൊക്കെ കൊടുത്തേ കഴിഞ്ഞ വർഷം കൊറേ കൊടുത്തേ. അടുത്ത കാർഡ്. ഈ കാർഡിന് ഒടുക്കത്തെ ക്വാളിറ്റി കേട്ടോ. നല്ല രസമുണ്ട് കാർഡ് കാണാന്. ഇത് ലീഡർ കാർഡാണ്. റെഡ് കളർ കാണും. ഓ ഉണ്ട് റെഡാ തിരിച്ചത്. ഇതാണ് ഫൈനൽ കാർഡ്. ഇതിനകത്ത് ഇത്രേ ഉള്ളു. ഇത് കൊറേ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പടവടോടെ പൊട്ടിക്കട്ടെ. കാർഡ് രണ്ടായിരം ഇത് സോറൊന്നും അല്ലല്ലോ. ഇത് നാമിനെ കിട്ടാൻ പറ്റുമോ? നാമിനെ നാമി ഈ നാമിനെ തന്നെ നാമി അടിപൊളിയാ. ഓ ഇത് കൊള്ളാൻ കേട്ടോ. ഈ കാർഡ് കൊള്ളാൻ കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് കൊള്ളാം. ഏറ്റവും കൂടുതൽ ലുക്കുള്ള ആള് പെണ്ണ്.
ഇത് കൊള്ളാം, ഇത് നൈസ്, ഇത് ഹിറ്റാണ്. ഇത് നല്ല കാർഡാണോ അത്? ആ നല്ല ആടാ, നല്ല ആടാ, അത്യാവശ്യം വിലയുണ്ട്. എല്ലാ അത്യാവശ്യം വിലയുണ്ടെന്ന് പറയുമ്പോ എത്ര? $12-13 കണ്ടുണ്ട്. $13 $13 അല്ലേ? 1200 ഉണ്ട്. 1200 ചേച്ചി ഡിമാൻഡ് കൂടുതലാണേ, ഭയങ്കര ഡിമാൻഡാണ് ആൾക്ക്. 1200 രൂപ ചേച്ചിക്ക്. അടുത്തത് മറ്റേ ആണുങ്ങൾക്ക് വരില്ലല്ലോ. വെജിറ്റ മൈനാണോ? റിപ്പീറ്റ് അടിച്ച് ഇത് കൊള്ളാം. ആ കൊള്ളാം. അടുത്തത് ലാസ്റ്റ് അടുത്ത പാക്കറ്റ്. പിന്നെ ബ്രോ ഇതിന്റെ താഴത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ റേറിറ്റീസ് എഴുതിയിട്ടുണ്ട്. അതായത് കോമൺ ആണെങ്കിൽ സി, ലൈക്ക് SP ആണെങ്കിൽ അങ്ങനെ കുറെ RC എന്നൊക്കെ പറഞ്ഞ് പല പല റേറിറ്റീസ് എഴുതിയിട്ടുണ്ട്. ബ്രോ സമയം കിട്ടും നോക്കിയാണ്. ഓക്കെ ഞാൻ നോക്കാം. ആൻഡ് അടുത്ത കാർഡ് ഇത് ഒരു കാർഡ്. ഇത് കൊള്ളാം. റിപ്പീറ്റ് അല്ലേ? റിപ്പീറ്റ് ആണ്. വൺ പീസിന്റെ കാർഡ്സ് എല്ലാം കാണാൻ ആക്ച്വലി ഭയങ്കര രസമാണ്. ഓ കാണാൻ നല്ല രസമാണ് ഗൈസ്. ഈ കാർഡ് ഭയങ്കര കിടിലോ, കാണാൻ ഭയങ്കര കിടിലോ കേട്ടോ നേരിട്ട്. ഇത് ബെൻഡായി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പ്രിന്റ് ചെയ്യുന്നത്. അത് നല്ല ക്വാളിറ്റിയിൽ അവർ പ്രിന്റ് ചെയ്യുന്നത്. ഓ ഓക്കെ ബാൻഡായി തന്നെയല്ലേ ഇവരുടെ ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? ബെൻഡായി വൺ പീസ് ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് തോന്നുന്നു. നാമിയാന്ന് തോന്നുന്നു. ഫേസ് മറന്നു. ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ ബ്രോ. വെക്കാൻ വരട്ടെ? വില ചോദിക്കും. നടന്നോന്ന് എടുത്തോണ്ട് നാളെ ഞാൻ ഉറക്കം എണ്ണിക്കുമ്പോ ഇവിടെ കടിച്ചു പിടിച്ച് ദേവോട്ട് ഇരിക്കണല്ലേ ഇതൊക്കെ. 1500 2000 പറഞ്ഞു. അടുത്തൊരു കാർഡ് ഗൈസ്. ഈ കാർഡിന് ഒടുക്കത്തെ ക്വാളിറ്റി കേട്ടോ, ഭയങ്കര രസമുണ്ട്. നിങ്ങക്ക് ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് ഇത് അതിന് ഇംഗ്ലീഷ് വേർഷൻ $28 എന്തോ ഉണ്ട്. അപ്പൊ ജാപ്പനീസ് അതിനൊരു $10 കുറവായിരിക്കും. ഓ ഏതിന്? മറ്റേ സാധനം നേരത്തെ എടുത്തത് അതിന് $18 USD എടുത്ത് കാണാം. $20 $1800 എന്തോണ്ട് കേട്ടോ. അതെടുത്ത് നോക്കട്ടെ ഒരു സത്യം. ഈ വൺ പീസിനകത്തൊക്കെ നല്ല വിലയുള്ള കാർഡ്സ് ഒക്കെ ഉണ്ടോ ബ്രോ? ഉണ്ട്. റീസെന്റ് ഇതിന് മുന്നേ ഇറങ്ങിയ സെറ്റിനകത്ത് സാധനം വിറ്റുപോയത് 28,000 USDക്കാണ്. 28,000 USDയോ? 28,000 USD. അതാണ് അതിന് വില പിന്നെയും കൂടിയെന്ന് തോന്നുന്നു. അതാ ബ്രോ എനിക്ക് വേണ്ട കേട്ടോ. ചിലപ്പോ അതൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരും ചിലപ്പോ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അത്ര വിലയുള്ള കാർഡൊന്നും വേണ്ട. ഇതിൽ ഏറ്റവും വില കൂടിയ കാർഡ് $7,000 ആണ് USD. 7,000 ചീസ്. അടുത്ത ഇത് റിപ്പീറ്റാ, നമുക്ക് ഓൾറെഡി കിട്ടിയതാ. പക്ഷെ പോക്കിമോൺ പോലെ അല്ല, വൺ പീസിന് ഇങ്ങനത്തെ ഹിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ്. ഈ ഫുൾ റേറ്റ് എന്ന് പറയും. അതായത് ഭയങ്കര ഹിറ്റ് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് വൺ പീസിൽ. ബ്രോ എനിക്കൊരു ഗോൾഡൻ കളർ കാർഡ് കിട്ടി. നോർമൽ ആണോ? പക്ഷെ അത് ഗോൾഡൻ കളർ, അതിന്റെ ഫ്രെയിം അല്ല. വൺ പീസിന്റെ ഡിസൈൻ അത്യാവശ്യം നൈസാണ്. ആണല്ലേ? അടുത്തത് ഇത് ഇത് മറ്റേ വെള്ളത്തിൽ കൂടെ നീന്തി പോണ അവനല്ലേ ഇത്? വയറൊക്കെ ഉണ്ടല്ലേ? ഇതിലെല്ലാം കോമൺ കാർഡ്സ് ആയിട്ടോ. ഇതിലെല്ലാം
അത്രേ ഉള്ളൂ. ലാസ്റ്റ് ആയിരിക്കും ഹിറ്റ് വരാറ്. കേട്ടില്ല. ലാസ്റ്റ് കാർഡാണ് പൊതുവെ ഹിറ്റ് വരുന്നത്. ആണല്ലേ? സീനിയർ ഓക്കെ. ഇതിലൊരു കാർഡ്, ഇതൊരു കാർഡ്. ഇതൊക്കെ ആരുടെ? എനിക്ക് എങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാൽ ഇതിപ്പോ ഞാൻ പറയാതെ മറ്റേ തെയ്യത്തിന് റെഡി ആയി നിൽക്കുന്ന പുള്ളി അല്ലേ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. പുള്ളി നമുക്ക് അയച്ചു തന്നു, നമ്മൾ തുറക്കുന്നു. ഈ കാർഡ് കാണാൻ നല്ല രസമുണ്ട് ബ്രോ. കണ്ടോ? റെഡ് കണ്ടോ? അത് ലീഡർ കാർഡാണ്. അത് ലീഡർ കാർഡാണ്. റെഡ് അല്ലേ? ഈ വൺ പീസ് എന്ന് പറഞ്ഞ ഗെയിം, ഈ കാർഡ് ഗെയിം കളിക്കുന്ന ഈ ലീഡേഴ്സിനെ ബേസ് ചെയ്താണ്. അപ്പൊ ആ ലീഡർ കാർഡാണ് അത് അതിനകത്ത് സത്യം പറഞ്ഞത്. ഓ ഓക്കെ 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 ഓക്കെ. ആ ഒരു കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെക്ക് ബിൽഡ് ചെയ്യുന്നത്. ഓ ഓക്കെ. അടുത്തത് തുറക്കട്ടെ. ഒന്നും മനസ്സിലായില്ല എന്നാലും. എങ്ങനെ കളിക്കും? അത് റിപ്പീറ്റാ. ക്യാപ്റ്റൻ കീറോ. ഇല്ല കാര്യമില്ല. വാട്ടർ ടാങ്കിന് മുഖം വെച്ചതോ ഇവര്? ഇതൊക്കെ എന്ത് കഴുത്തുനിന്ന് സ്പിൻ ആയിട്ട് ഫാന് പോലെ അത്. കാണാറുണ്ടോ? ഇല്ല. ഏത് യൂണിവേഴ്സാണ്? തമിഴ് അറിയാം. ഇത് എങ്ങനെ പൊട്ടിച്ച് തീർക്കണ്ടേ? നീലനെ അറിയോടാ? ജോക്കർ ഇത് ജോക്കറല്ലേ? അറിയണ പോലെ നമ്മൾ അഭിനയിക്കാൻ. മിസ്റ്റർ വൺ. നയനോ? എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇല്ല ബ്രോ, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. അത് ആട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ആണല്ലേ? ഇതിപ്പോ ആട്ടും തുപ്പും മാത്രമേ ഉള്ളൂ നമുക്ക്. മനസ്സിലായ? ആർട്ടില്ല, ആട്ടും തുപ്പും. ഗ്രാഫല്ലേ അത്? ഇതൊക്കെ ആര് എങ്ങനെ അറിയാം? എനിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ അല്ല, വൺ പീസ് കണ്ടു നോക്കുന്ന 1000 എത്ര എപ്പിസോഡേ ഉള്ളൂ. അയ്യോ, കുറഞ്ഞു പോയി. ഇത് അടുത്ത കാർഡ്. അത്രേ ഉള്ളൂ സത്യം പറഞ്ഞ. വളരെ കുറവാ. 25 ദിവസം മതി. ഇത് അടുത്ത കാർഡ്. അത് നോർമലാണ്. ഇതെല്ലാം നോർമൽ അല്ലേ? ജങ്കോക്കാ? അടുത്തത് കഴിഞ്ഞ് ഇനി 5 കാർഡ് കീറിപ്പോയി. ഇല്ല ഇത് റിപ്പീറ്റാ. ഇപ്പൊ ഇതിനകത്ത് നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആൾക്കാര് മേടിച്ച് ബോക്സ് പൊട്ടിക്കാതെ വെച്ചിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടും. അങ്ങനെ ആൾക്കാർ വിൽക്കും. ഇല്ല നീ ഒന്ന് പോയാടാ അളിയാ. പോ. അടുത്തത് ഇത് നല്ല കാർഡാണോ? ലീഡർ കാർഡ്. ഇത് കൊള്ളാം കാർഡ്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ കാർഡ്. ഇതാണെന്നറിയാം സൂപ്പറാണ്. നിന്റെ അച്ഛന്റെ കൂട്ടുകാരനാ? ഇനി നമുക്ക് വളരെ കുറച്ച് കാർഡ്സ് കൂടെ ഉള്ളൂ നമുക്ക്. പക്ഷെ നമുക്കൊരു ബമ്പർ കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ എല്ലാം കിളി പോകാൻ പോണ ഒരു കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നോക്കിക്കോണേ. ഒരു കാർഡ് വരാൻ പോകുന്നുണ്ടേ. നോക്കിക്കോണേ. ഇതിനകത്ത് തന്നെ ഒരു കാർഡ് വരാൻ പോകുന്നുണ്ടേ. ഒരു കിടുക്കാച്ചി കാർഡ് വരാൻ പോകുന്നുണ്ടേ. ഒരു 20 പേര് വീട്ടിലെത്തും. നല്ലൊരു കാർഡ് $7,000 ഒരു കാർഡ് വരാൻ പോകുന്നുണ്ടേ. നമുക്കായിട്ട് ദൈവം ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. വരും. പീറ്റർ പാർക്കറല്ലേ അത്? പീറ്റർ പാർക്കർ ആ പാക്കറ്റിലും ഇല്ല. ഒരെണ്ണം കൂടി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നു. ബോക്സിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ഹിറ്റ് ഉണ്ടാവും. ഓരോന്നും വരട്ടെ. അതൊക്കെ വിശ്വാസമല്ല അതൊക്കെ. അടുത്തത് ഇത് റിപ്പീറ്റാ. ഓൾറെഡി കിട്ടിയതാ നമുക്ക്. ഇതും കിട്ടി. ഇവനെ 5 വട്ടം കിട്ടി. ഇവിടെ ഒരു നല്ല കാർഡ് ദൈവം എനിക്ക് തരും. അത് തന്നെ
ഇതാരാ? വൺ പീസ് പറഞ്ഞോടാ അത്. ലുഫി. അത് ലൂഫി, അത് ലൂഫി. ലുഫിനെ അറിഞ്ഞൂടാ. ആരാണ് അത്? ലുഫിനെ അറിഞ്ഞൂടാ എന്ന്. ഈ കാർഡ് തുറന്നോ. ഇവൻ എന്തിനാണ് കൊടുത്തത് ബ്രോ ഇത്? ലുഫിനെ അറിഞ്ഞൂടാ എന്ന്. ഇവൻ എന്തിനാ കൊടുത്തത്? ലുഫി അറിയാം നിനക്ക്. ലുഫിയുടെ കാർഡൊന്നും റയർ അല്ലല്ലേ ഇതിനകത്ത്? ലൂഫിയാണ് ഞാൻ പറഞ്ഞില്ലേ 28,000 രൂപയ്ക്ക് വിറ്റുപോയത്. ആക്ച്വലി ലൂഫിയുടെ ഒരു കാർഡാണ്. ഗൈസ് ലൈവ് 50 ഇയർ ആയിരിക്കും. ഇതിന് എത്ര രൂപ? ഇത് നോർമൽ കാർഡ്. പക്ഷെ ഈ കാർഡല്ല, പക്ഷെ ഈ കാർഡല്ല, ഇത് 26 രൂപ മാത്രം. ഞാൻ പറഞ്ഞു ഒരു ലിങ്ക് അയച്ചു തരാം. അതിനകത്ത് സത്യം പറഞ്ഞാൽ ടോപ്പ് ചേസസ് എല്ലാം ഉണ്ട്. എത്ര രൂപയാണ് എന്നൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് 28 രൂപ 50 പൈസ. ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് നമുക്ക്. ഒരു ചായ ഒരുപാട് വട ക്യാൻസൽ. ഇത് റിപ്പീറ്റ് ആയത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇത് ഇവരെ കിട്ടിയതാ. ഇവരെ 5 വട്ടം കിട്ടി. ഇവരെയൊക്കെ ഒരുപാട് കിട്ടി, ഒരുപാട് വട്ടം. രമയുടെ നെല്ലി പോലെ ഇപ്പൊ കിട്ടി. ഇത് എന്റെ എത്ര ജീവിതം. ബാക്കിയുണ്ട് ബ്രോ ഇനി? ഇനി 1 2 3 4 5 ഉണ്ട്. 5 ഉണ്ട്. എന്റെ ജീവിതം ഇത് തുറന്ന് തീരുള്ളൂ. ഈ സമയത്ത് പണിക്ക് പോയിരുന്നെങ്കിൽ 12,000 രൂപ ഇതിന് മുകളിൽ ഉണ്ടാക്കായിരുന്നു. അത് ഏറ്റവും അടിയിലത്തെ കാണാൻ പോയി കേട്ടോ. ഇതായിരുന്നു അത് ഏറ്റവും ടോപ്പ് കാർഡ്. ബാക്കിയെല്ലാം ഏത് മറ്റവൻ? അവൻ തന്നെ. ഈ ചപ്രി തലേന്ന് ഇവന് സാമാനം കാണാൻ പറ്റാത്തവനെ 5 വട്ടം കിട്ടി എനിക്ക്. തെയ്യത്തിന് റെഡിയായി നിൽക്കുന്ന മണ്ണൻ എല്ലാരും 5-6 വട്ടം കിട്ടി. ഇവരെയൊക്കെ ഇഷ്ടം പോലെ വട്ടം കിട്ടി. ടി സി ജി തുറക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. ശരിക്കും മനസ്സിലായില്ലേ? ആണല്ലേ, സത്യമല്ലേ. പിങ്ക് ഈസ് ലെജൻഡ്. അതെ, ഇതിനകത്ത് ജീവിക്കുന്ന ഒരുത്തിനെ പിടിച്ചാണ് നമ്മൾ വി സിയിൽ ഇരുത്തിയേക്കുന്നത്. ലെജൻഡ് കാണാതെ പുള്ളിക്ക് തന്നെ അറ്റാക്ക് വന്നേ. ഇപ്പൊ മനസ്സിലായ? എന്നോട് കുറെ പേര് പറഞ്ഞു ബ്രോയ്ക്ക് പാക്കേജ് കൊടുത്തിട്ട് പുള്ളിക്ക്. ബ്രോക്ക് കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് കാർഡ് എത്ര രൂപയുടെയാ? ഞാൻ അന്ന് ബ്രോ ഒരു വീഡിയോ റിയാക്ട് ചെയ്തില്ലേ 70,000 രൂപയ്ക്ക് കിട്ടിയില്ലേ? ഗൈസ്, ഞാൻ ഈ പൈസയുടെ കാര്യം പറയണത് ചുമ്മാ നിങ്ങൾക്ക് അവരെ ഇത് അറിയാൻ വേണ്ടി, അല്ലാതെ ഇത് എല്ലാരും പൈസക്ക് വേണ്ടി മാത്രമല്ല ഇത് കളക്ട് ചെയ്യണം. മനസ്സിലായ? ഇതൊരു ഹോബിയുള്ള കുറെ പേരുണ്ട്. ഞാൻ അവരെ ആ കൾച്ചറിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുമല്ല. ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റിന് വേണ്ടി കാർഡ്സിന്റെ വില അറിയാനും വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇതെല്ലാരും ഇവരെ പോലത്തെ കുറെ ആൾക്കാർ ഇത് കളക്റ്റബിൾസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ പൈസ ഒന്നും നോക്കത്തില്ല. ഇവന്തോ അങ്ങനെ ഒരു കാർഡ് വന്നാലും അവർ കീപ്പ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ അടുത്ത ദിവസം പോയി മന്തി മേടിച്ച് പിന്നെ ഇവരത് കീപ്പ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ആ കാർഡിന് റയറിറ്റി വരുന്ന സമയത്തൊക്കെ വിൽക്കണം. മനസ്സിലായി? അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് ഇതിന്. ഞാൻ ഇത് ചുമ്മാ നിങ്ങൾക്കൊരു ഇത് ആവട്ടെ എന്ന് വിചാരിച്ച് പറയണതാ. അടുത്ത നമുക്ക് ഇനി 2-3 പാക്കറ്റ് കൂടെ ഉള്ളൂ ഗൈസ്. പക്ഷെ ഒരു റയർ കാർഡ് എനിക്ക് തരും ദൈവം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ? കിട്ടി. കിട്ടിയതാ, ഓൾറെഡി കിട്ടിയതാ. റിപ്പീറ്റാ. ഇത് അടുത്തത് അടുത്ത കാർഡ് സോറോ ആണേ. അതെനിക്ക് സോറോ അല്ലേ? ഇതിനകത്ത് പേര് വായിക്കാൻ എവിടെടാ? ഏത് language ൽ തുടക്കത്തിലെ സോറയാണത്. പേര് വായിച്ചത് ജാപ്പനീസ് അറിയാലോ? ഒരുപാട് കണ്ടല്ലേ ജാപ്പനീസ്? കത്തി കണ്ടപ്പോഴേ സോറ എനിക്കറിയാം. കാരണം സോറ എന്റെ വീട്ടിലിരുണ്ടേ. മറ്റേ ആക്ഷൻ ഫിഗർ. പക്ഷെ ബ്രോയ്ക്ക് ഇതിനകത്ത് ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു നൈസ് കാർഡ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതവിടെ ആദ്യം കിട്ടിയ ഒരെണ്ണം അതാണോ ബോക്സിറ്റ് എന്ന് എനിക്കിപ്പോ സംശയം. അതായിരുന്നു ഏറ്റവും ടോപ്പ് കാർഡ്. അറിയില്ല, നമുക്ക് നോക്കാം. അയ്യോ, അങ്ങനെ പറയരുത്. ഇതെല്ലാം റിപ്പീറ്റാ. ഇത് ഒത്തിരി കിട്ടി അവന് ഒരു 1/2 കിലോ ഗീവ് അവേ ചെയ്യാവേ. ഇവരെ ഒരു 1/4 കിലോ ഗീവ് അവേ ഉള്ളതുകൊണ്ട് അവര് അത്രയും കിട്ടിയത് കാർഡായിട്ട്. അയ്യോ, എന്തോ ഒരു കാർഡ് വന്നേ ബ്രോ. എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്താണ്. അടുത്താണ്. ഇതല്ലേ അടുത്താണ്. ഇതൊരു ബ്ലാക്ക് കളർ, ഫുള്ളി ബ്ലാക്ക് കളർ, പച്ച കളറൊക്കെ ബാക്കില്. ഡോൺ കാർഡ് എന്നാണ് പറയുന്നത്. ഇതിനൊരു ഗോൾഡൻ ബോർഡർ ഉണ്ടെങ്കിൽ നല്ല വിലയുണ്ട്. പക്ഷെ ഗോൾഡൻ ബോർഡർ ഇല്ല ഇപ്പൊ. സ്വർണ്ണ കളർ അടിച്ചാൽ മതി. ഈ കാർഡിലെല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ എഴുതിയിട്ടുണ്ട്. ബണ്ടായി മെയ്ഡ് ഇൻ ജപ്പാൻ.
വലിയുണ്ടെന്ന് ബെൻഡായാണ് പ്രിന്റ് ചെയ്യുന്ന കമ്പനി. ഇത് ഒരു 1/2 കിലോ ഗീവ് അവേ ഉള്ളത് ഇവനെ ഉണ്ട്. ഇവനെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവനെ 1/2 കിലോ ഗീവ് അവേ കളറടിക്കുന്നത്. ഭയങ്കര കുടികളാ. ശങ്കന്ത കോട്ട ശങ്കനാ. ഷാങ്സിനെ ഉദ്ദേശിച്ചു. സ്ക്രീൻ ടൈം ഇല്ലാത്ത കൂട്ടായിരിക്കും. അടുത്തത് ഇത് മറ്റേ ഇങ്ങനെ പറഞ്ഞതല്ലേ ചുണ്ടലികളോ ഇഷ്ടം പോലെ. അതറിയാം വൈറ്റ് ബിയർഡ് റിപ്പീറ്റ്. ഇത് റിപ്പീറ്റ് കാർഡാണ് ബ്രോ. എനിക്കൊരു ഗോൾഡൻ ഇതുള്ളത് കാർഡ് കിട്ടി ബ്രോ. ഇത് ഫുള്ള് ഗോൾഡൻ ഇതാണ്. ഗോൾഡൻ ആണ് ഫുള്ള്. വീണ്ടും നേരത്തെ അത്യാവശ്യം നല്ല കാർഡാ. പക്ഷെ $4. $4. $4 ഉണ്ട്. 9, 9, 18, 9, 27, 36. പിന്നെ 18 പോയിട്ട് ഇത് സത്യം ലാസ്റ്റ് 3 ആണ്. ലാസ്റ്റ് 3 കാർഡ്സ്. ലാസ്റ്റ് 3 വൺ പീസ് പോലെ അല്ല പൊക്കിമോൺ പോലെ അല്ല. വൺ പീസ് നല്ല പാടാ സാധനം കിട്ടാൻ, നല്ല കാർഡ്സ് കിട്ടാൻ വേണ്ടി. ആണല്ലേ? ആ ഹിറ്റ് കിട്ടാൻ ഭയങ്കര പൊക്കിമോൺ നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു. വാട്ടർ ടാങ്കിന് മുഖം വന്ന അടുത്തത് ഇവനെ. ഇത് റിപ്പീറ്റാ. ഇത് റിപ്പീറ്റ് കാർഡാ. ഇത് റിപ്പീറ്റ് ആണ് ഗൈസ്. നിങ്ങൾ ഈ നീലവട്ടത്തിൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് ഈ കാർഡ് കാണാനേ. നല്ല രസമുണ്ട് ഇത് കാർഡ് കാണാൻ. ഇതെല്ലാം റിപ്പീറ്റാ. ഇവനെയൊക്കെ 5 വട്ടം കണ്ടോ 10 വട്ടം കണ്ടോ പറ്റി. തേനീച്ചയാ ഇനിയാ. ലാസ്റ്റ് 3 ആണ്. ലാസ്റ്റ് 3. ദൈവമേ ഈശ്വര ഭഗവാനെ. ദൈവമേ നല്ല കാർഡ് ഇടണേ. ദൈവമേ റയർ കാർഡ് ഈശ്വര ഭഗവാനെ. ഇത് മുമ്പേ നമ്മൾ കണ്ടില്ലേ വാട്ടർ ടാങ്ക്. അവന്റെ വാ ഊരി എടുത്തത് കണ്ട. അത് വരണം. ഇത് വീണ്ടും ചുണ്ടലിയുടെ വേറെ കാർഡ്. ബ്രോ എനിക്കൊരു കിടില ലുഫിയെ കിട്ടി. ഇല്ല ഫുള്ള് റെഡ് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു സാധനം. ഓ അത് കൊള്ളാം. SR ആണ്. പക്ഷെ അത്ര കിടലല്ല. കൊള്ളാം. നൈസാണ്. ഇതിന്റെ ഇപ്പൊ നമ്മൾ തുറക്കുന്നതല്ല ജാപ്പനീസ് വേർഷൻ ആണ്. ഇതിന് ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിനാണ് കുറച്ചുകൂടി വില കൂടുതൽ. കാര്യം ഈ ലാംഗ്വേജും ലൈക്ക് വൈഡ്ലി അക്സെപ്റ്റഡ് ആയതുകൊണ്ട്. പിന്നെ അതിന്റെ ബോക്സിന് നല്ല വിലയാണ്. ഇപ്പൊ നമ്മൾ തുറക്കുന്ന ഇത് സെയിം ഇംഗ്ലീഷ് ബോക്സിന് ഏകദേശം 17,000 രൂപ ഒരു ബോക്സിന് തന്നെ വരും. അപ്പൊ അടുത്തത് ഗൈസ്, അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ബോക്സ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് കവർ ആണ് ഇത്. സെക്കൻഡ് ലാസ്റ്റ് കവർ. ഇതൊക്കെ ഇഷ്ടം പോലെ വട്ടം കിട്ടി ഇവനെയൊക്കെ. ഇതില് എന്തെങ്കിലും ഉണ്ടാവും. മിഹോക്കിന്റെ ബോട്ട് ലാസ്റ്റ് ബാക്ക് ആണ്. ലാസ്റ്റ് എല്ലാരും പ്രാർത്ഥിച്ചെനിക്ക് വേണ്ടി. പേര് എഴുതി വെച്ചു. നമ്മളെ എത്തിയസ്റ്റാ ബ്രോ. രണ്ട് 3 കൂടി 3 സഞ്ജി വരണം. 4 ലാസ്റ്റ് അല്ല ഒരു ഒരെണ്ണമുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ്. ഗോൾഡൻ ബോർഡർ ഉണ്ട് ബ്രോ ഇതിന്. ഇല്ല ബ്രോ, നോർമല. ഇനി അവസ്ഥ ചോദിച്ചായിരുന്നു കേട്ടോ. എക്സ്ട്രാ ഉള്ള കടയെല്ലാം അങ്ങ് മാറ്റി. ഗൈസ് ഇത്രയും ഇതിനകത്ത് കൊള്ളാവുന്ന 2 ഹിറ്റ് കിട്ടിയുള്ളൂ.
കൊള്ളാം. ഇത്രയും കാർഡ് അൺബോക്സ് ചെയ്തപ്പോ നമുക്ക് ഇത് ഇത്രയും കാർഡാ കിട്ടിയത് കൊണ്ടോ. അയ്യോ ഇത് കൂടാതെ ഇപ്പുറത്ത് പോക്കിമോനും ദേ 35 പേർക്ക് എടുക്കാനുള്ളതുണ്ടല്ലേ? എടാ ഇത് വൺ പീസ് കാണുന്നവർക്ക് എന്തരാടാ ഈ കാർഡ്സ് ഒക്കെ? നിങ്ങൾക്കല്ലടാ ലൈവ് കാണുന്നവർക്ക്. സോറി നമ്മളല്ലേ വേണം റെഗുലർ വ്യൂവർ ആണ്. ലൈവ് കാണുന്ന വൺ പീസ് ഫാൻസിന് ഞാൻ ഈ കാർഡ്സ് ഗീവ് അവേ ചെയ്യാൻ പോവാണ്. അപ്പൊ ബ്രോ കിടിലം എക്സ്പീരിയൻസ്. സത്യം പറയാലോ, ഞാൻ ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയണത്. താങ്ക് യു ഫോർ സെൻഡിങ് മീ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എന്താ പറയാ ഗൈസ്, നിങ്ങളൊക്കെ പുള്ളിയുടെ ഇത് പ്രൊഫൈൽ കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എന്താ പോക്കി മച്ചാൻ അല്ലേ? യെസ്, പോക്കി മച്ചാൻ. ഈ ഒരു കൾച്ചർ അക്ഷരം മാറ്റി വിളിക്കാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഗൈസ് ഡു ഫോളോ ഹിം. പുള്ളിയുടെ അക്കൗണ്ടിൽ ഇതുപോലത്തെ കുറെ അൺബോക്സിങ്ങുകളുണ്ട്. നമ്മൾ അന്നൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴാണ് പുള്ളി നമ്മുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തത്. ആൻഡ് അന്ന് അങ്ങനെ ചുമ്മാ നമുക്ക് അയച്ചു തന്നതാ. ബ്രോ ഇത് ഏകദേശം 10,000-11,000 രൂപ വില ഉണ്ടല്ലേ? ഒരു ബോക്സ് 9K മറ്റേത് 10K ഒരെണ്ണം 6K 16K എടുത്തത്. 15,000 രൂപയുടെ കാർഡാണ് നമ്മളിപ്പോ അൺബോക്സ് ചെയ്ത് കണ്ടത്, മനസ്സിലായ? അപ്പൊ എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഒറ്റ കാര്യം പറയാനുള്ളൂ, ലൈക്ക് ഇതിപ്പോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 10-25 കൊല്ലമായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു കാർഡ് വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ഇവിടെ ഓപ്ഷൻ ഗ്രൂപ്പ്, വെൻഡേഴ്സ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമുക്ക് വിൽക്കാൻ. പക്ഷെ നാട്ടിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സാധനം മേടിച്ച് നല്ല കാർഡ് കിട്ടിയാൽ തന്നെ പെട്ടെന്ന് തന്നെ വിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എല്ലാവരും ഇതിന്റെ ലൈക്ക് ഈ റേറ്റും കാര്യങ്ങൾ, ഇപ്പൊ നല്ല കാർഡ് കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്, ഇത് എന്ത് ചെയ്യും, എനിക്കിത് വിൽക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഇത് ഹോബിയാണ്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2 years ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ബൈങ് ആൻഡ് സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ പതുക്കെ സെറ്റ് ആവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു സാധനം കൂടി എല്ലാവരും ഒന്ന് മൈൻഡ് വെക്കാത്രേ ഉള്ളൂ. അതെ. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഓക്കെ മച്ചാ. ഓക്കെ അപ്പൊ കാണാം. ബൈ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? കൊള്ളാം. അയ്യോ, ഇതെല്ലാം കൂടെ അത്രയും വേസ്റ്റ്. അത്രയും കവർ 1/2 കിലോ ഒരു അരക്കിലോ അത് നോക്കിയിട്ടാ കാശായി. 19,000 രൂപയുടെ കവറാണ്. കവറിന് വില ഉണ്ടോ? കവർ കളക്ഷൻ. ഏടാ ചൂടാ നിന്റെ ഇത് കഴിഞ്ഞാടാ, ബാങ്ക് കഴിഞ്ഞാടാ. പറക്കി വേസ്റ്റ് കേട്ടെ. കിഴപ്പടിച്ച് വാങ്ങി കിട്ടിയതല്ലേ ചൂടെ. ഇല്ലടാ കോച്ചിനെ പറഞ്ഞ ഞാൻ തല്ലൂടാ. ഞാൻ സൂപ്പർ. എന്നിട്ട് കോച്ചിട്ട് ഓടിയില്ലേ തന്നെ? ഇത്രയും കാർഡ്സ് ഉണ്ട് കഴിച്ചു. ഞാൻ നിങ്ങൾക്ക് ആനിമേ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് മീ. ഈ കാർഡ്സ് ഒക്കെ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തരാം. എനിക്ക് അങ്ങനെ കളക്ഷൻ ഒന്നുമില്ല. ബാക്കി നല്ല വില. പുള്ളി പോയോടാ. വിലയുള്ള 5-6 കാർഡ് പറക്കി വെക്കാം, ബാക്കി ഇവർക്ക് കൊടുക്കാം.